നമസ്കാരം, ഭാരത ലൈവിലേക്ക് സ്വാഗതം. ജൂൺ 4-ന് മോദി സർക്കാർ അധികാരത്തിൽ ഉണ്ടാവില്ലെന്ന് പറയുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഇന്ത്യ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കപ്പെടുമെന്നും തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് 300-ലേറെ സീറ്റുകൾ ലഭിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറയുകയുണ്ടായി. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് കെജ്രിവാൾ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം തിരുത്തിയും തന്റെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അച്ഛാ ദിൻ ആനെ വാലേ ഹേ, മോദിജി ജാനെ വാലേ ഹേ എന്ന് പറഞ്ഞതിനൊപ്പം ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഭാര്യ സുനിത കെജ്രിവാളിനൊപ്പമാണ് തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തത്. അരവിന്ദ് കെജ്രിവാളിനെ പോലെ തന്നെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മോദിയുടെ കണ്ണുനീർ കാണുമെന്നും ജൂൺ 4-ന് ശേഷം മോദിക്ക് ബെഡ് റെസ്റ്റ് ഉണ്ടാകുമെന്നും വെല്ലുവിളിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തുകയുണ്ടായി. കോൺഗ്രസും സഖ്യകക്ഷികളും ചേർന്ന് രാജ്യത്തിന്റെ 60 വർഷങ്ങൾ നശിപ്പിച്ചു, 3-4 തലമുറകളുടെ ജീവിതം നശിപ്പിച്ചെന്നും പ്രധാനമന്ത്രി കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവർക്ക് അധ്വാനത്തിന്റെ വില എന്താണെന്ന് അറിയില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇന്ത്യയിൽ ഭരിക്കാൻ സാധിക്കില്ല. മോദി ഇന്ത്യ സഖ്യത്തിന്റെ കണ്ണിലെ കരടായിരിക്കും. എന്നാൽ മോദി രാജ്യങ്ങളുടെ ഹൃദയത്തിലാണുള്ളത്. എല്ലാ ഹൃദയങ്ങളിലും മോദി ഉണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.